വാഴയൊക്കെ ഹാൻഡിൽ ബാർ ഇടിച്ചിട്ടും വണ്ടി കൊണ്ട് തട്ടിയിട്ടൊക്കെ വീണിട്ടുള്ളതാണ്. അങ്ങനെയൊക്കെയാണ് തുടക്കത്തിൽ. ഹെൽമെറ്റ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ഇടം വില നോക്കുന്ന പരിപാടി ഇല്ല. ഇട്ടും എന്ന് പറഞ്ഞ് നമ്മൾ റബ്ബർ ബാൻഡ് വിട്ട മാതിരി പോകണം. വളരെ ഭാഗ്യം എന്ന് പറയാം നമ്മളൊക്കെ ഇപ്പോഴും ജീവനോടെ ഉള്ളത്. സച്ചിന്, ധോണിക്ക് ഇവർക്കൊക്കെ ഡ്യൂപ്പ് ചെയ്യാനായിട്ട് നമ്മളാണ് ചെയ്യാറ്. അത് കഴിഞ്ഞ് അവർ ഹെൽമെറ്റ് വരുമ്പോൾ അവരായിരിക്കും അയാൾ പറയണത് ഒന്നും മനസ്സിലാവണില്ല. ഞാൻ പറയണത് അയാൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലായില്ല. ആ ഇൻ്റർവ്യൂവിൽ ആൾ പറഞ്ഞു ഇവന് ലാംഗ്വേജ് ഇല്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വിട്ടു. ജോലി ചെയ്തിട്ട് പ്രാക്ടീസും ഇതൊക്കെ കൂടി ഒരുമിച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. ഹാർഡ് വർക്കിൻ്റെ ഇടയിൽ ഏജ് ഒന്നും ഇതിൻ്റെ ഇടയിൽ ഒരു വിഷയമല്ല. 10 വർഷത്തെ ഗ്യാപ്പ്. ദുബായിൽ വന്നിട്ട് രണ്ടാമത് അങ്ങോട്ട് ചെന്നപ്പോൾ നമ്മൾ പരാജയപ്പെട്ടു. നമുക്ക് ജയിച്ചേ പറ്റൂ. ഹായ്, ഞാൻ ജിനൻ. ഇപ്പോൾ UAEയിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്നെ ഒരുപാട് ആൾക്കാർക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു. ഞാൻ ഒരുപാട് മോട്ടോർ സൈക്കിൾ റേസിങ്ങിൽ വിൻ ചെയ്യാനുള്ള ഒരുപാട് ഭാഗ്യം ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ്. UAEയിൽ തന്നെ ഒരു 25-ൽ പരം റേസുകളൊക്കെ വിൻ ചെയ്തിട്ടുണ്ട്. അതും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള റേസുകൾ. പിന്നെ ഇന്ത്യയിലാണെങ്കിൽ 6 വർഷം ഇന്ത്യൻ നാഷണൽ ചാമ്പ്യനായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഇയറും ഈ ചാമ്പ്യൻഷിപ്പ് അടിച്ചു. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. എനിക്ക് അത്രയധികം പ്രായമൊന്നും ആയിട്ടില്ല, ഒരു 45 വയസ്സൊക്കെ ആയി. എന്നാലും ഇപ്പോഴും ഒരു 20ഉം 18ഉം വയസ്സൊക്കെ ഉള്ള പിള്ളേരെ കൂടെയാണ് കോമ്പറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് വളരെ ഈസിയാണെന്ന്. എന്നാൽ ഒരുപാട് ഹാർഡ് വർക്കും ഒരുപാട് ഫിസിക്കലി ഡിമാൻഡിങ് സ്പോർട്സാണിത്. ഇതിലൊരു ഷോർട്ട് കട്ടും ഇല്ലാത്ത ഗെയിമാണിത്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിലേക്ക് നമ്മൾ പോവാം. എൻ്റെ വീടെന്ന് പറയണത് തൃശ്ശൂർ പഴുവിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ ഫാദറിൻ്റെ പേര് ദാസൻ എന്നാണ്. മദറിൻ്റെ പേര് മിനി. പിന്നെ ബ്രദർ ജിത്ത്. ഫാദറും മദറും ഒരു സ്കൂളിൽ ടീച്ചറും മാഷൊക്കെ ആയിരുന്നു. ബ്രദറാണെങ്കിലും സ്കൂളിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ മാഷായിരുന്നു. അപ്പം ഞാൻ അത്ര പഠിക്കാനൊന്നും അത്ര അങ്ങോട്ട് ടോപ്പല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ അറിയില്ല, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ബൈക്കിൻ്റെ ക്രേസ് എനിക്ക് വന്നത്. അതൊരു 18 വയസ്സിൽ തുടങ്ങിയതാണ് ഇതിൻ്റെ ക്രേസ്. അത് ഉറപ്പായിട്ടും ഈ മോട്ടോർ സൈക്കിളിൻ്റെ സ്പീഡും സൗണ്ടും ഒക്കെയാണ് എന്നെ ഇതിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എൻ്റെ ഈ ക്രേസ് കാരണം വീട്ടിൽ അച്ഛൻ്റെ അടുത്ത് ശല്യപ്പെടുത്തി ഞാനും ബ്രദറും കൂടിയിട്ട് ജിത്തും കൂടിയിട്ട് എപ്പോൾ നോക്കിയാലും ഈ ബൈക്കിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട്, അച്ഛനാണെങ്കിൽ ബൈക്ക് പോയിട്ട് സൈക്കിൾ പോലും ചവിട്ടാത്ത ആൾ. അപ്പോൾ പുള്ളി വിചാരിച്ചത് എന്തോ ഒരു പിള്ളേരെ ഇഷ്ടമല്ലേ എന്നുള്ള രൂപത്തിൽ ഒരു ബൈക്ക് വാങ്ങി തന്നു. അങ്ങനെ ആ ബൈക്കിൽ പിന്നെ റോട്ടിൽ കൂടെയുള്ള പൊളിയും അഭ്യാസങ്ങളും തുടങ്ങി. സ്പീഡിലൊക്കെ പോകണ കാണുമ്പോൾ വീട്ടിൽ അയൽവക്കത്തുള്ള നാട്ടുകാരൊക്കെ ചെന്ന് പറയും അച്ഛൻ്റെ അടുത്ത് ഇവരെന്താ പരീക്ഷണത്തിന് വിട്ടിട്ടുള്ളതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ. അങ്ങനെ കോളേജിൽ പോയപ്പോൾ അവിടെ കൂടുതൽ ബൈക്കിൻ്റെ ടീമുകളായിട്ട് ഒരുപാട് കമ്പനികൾ കിട്ടി. ബെറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു റോട്ടിൽ കൂടെയുള്ള അഭ്യാസങ്ങൾ. പക്ഷെ അതൊക്കെ വളരെ ഡേഞ്ചർ പരിപാടിയാണ്. അത് പിന്നെ നമുക്ക് മനസ്സിലാവുന്നത് കുറച്ച് കഴിയുമ്പോഴാണ്. ഈ റേസിലേക്ക് നമ്മൾ കൂടുതൽ ഇൻവോൾവ് ആകുമ്പോഴാണ് നമുക്കറിയാം, അയ്യോ നമ്മൾ ചെയ്തിരുന്ന ഈ പബ്ലിക് റോഡിലൊക്കെ സ്പീഡിൽ പോകണതൊന്നും ഒരിക്കലും ശരിയായിട്ടുള്ള ഇതല്ല. അന്നെന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ് ഇല്ല, ഒന്നുമില്ല. അന്ന് നമ്മളുടെയൊക്കെ വളരെ ഭാഗ്യം എന്ന് പറയാം നമ്മളൊക്കെ ഇപ്പോഴും ജീവനോടെ ഉള്ളത്. അത്രേ ഞാൻ പറയുള്ളൂ. ഇതിൽ ഫുൾ സേഫ്റ്റി ഗിയർ ഇട്ടിട്ട് നമ്മൾ ട്രാക്കിലോ അല്ലെങ്കിൽ അതിൻ്റെ ഗ്രൗണ്ടിലോ എവിടെയെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതാണ് അതിൻ്റെ പ്രൊഫഷണലായിട്ടുള്ള രീതി. 1993 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, അന്നൊന്നും കാര്യമായിട്ട് റേസുകളോ അങ്ങനെ ഒന്നുമില്ല. ബൈക്ക് തന്നെ നമ്മളുടെ ഏരിയയിൽ തന്നെ എൻ്റെ അടുത്തും അങ്ങനെ വളരെ കുറച്ച് ആൾക്കാരുടെ അടുത്ത വണ്ടികളൊക്കെ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള റാഫി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്. പുള്ളിയുടെ ബൈക്ക് കണ്ടിട്ടാണ് എനിക്ക് കൂടുതൽ റേസ് തുടങ്ങിയതും. പുള്ളിയാണ് എന്നോട് പറഞ്ഞത്, ഇനി നമുക്ക് റേസുകൾക്ക് പതുക്കെ ഇങ്ങനെ റാലികൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേരളത്തിന് പുറത്തൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് അതിലേക്കൊന്ന് നോക്കിയാലോ എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് 1993 തന്നെയാണെന്ന് തോന്നുന്നത്. റബ്ബർ സിറ്റി ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് കോട്ടയത്ത് ഒരു റേസിന് വേണ്ടി പോയി. അങ്ങനെ അതിൽ ഫസ്റ്റ് റേസ് തന്നെ സെക്കൻഡ് സമ്മാനം കിട്ടി. പ്രൈസ് മണിയൊക്കെ ഉണ്ട്. അന്ന് പ്രൈസ് മണി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. എന്ന് വെച്ചാൽ ഈ സ്പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പെൻസീവ്. ബൈക്ക് പണിയാനായാലും ഇതിൻ്റെ റൈഡിങ് ഗിയറിനായാലും ഒക്കെ ഒരുപാട് എക്സ്പെൻസീവ്. തുടക്കത്തിലൊക്കെ ഞാൻ റാഫിയും ഇവരൊക്കെ ഉപയോഗിച്ചിരുന്ന സംഭവങ്ങളൊക്കെയാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. ബൂട്ടായാലും ഹെൽമെറ്റായാലും. അന്ന് നമ്മുടെ അടുത്ത് വാങ്ങാൻ പൈസ ഇല്ല. വീട്ടിൽ ചോദിച്ചു കഴിഞ്ഞാൽ അടിച്ചോടിക്കും. എന്നുവെച്ചത് എന്തിൻ്റെ കാര്യത്തിനാന്ന് നോക്കി വണ്ടി വാങ്ങി തന്നു. അതിൻ്റെ ക്രേസ് കാരണം. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പറഞ്ഞാൽ വീട്ടുകാർ സമ്മതിക്കില്ലല്ലോ. അങ്ങനെ റാഫിയും അങ്ങനെ നമ്മളൊരുപാട് ഫ്രണ്ട്സുകളൊക്കെ അന്ന് സപ്പോർട്ട് ചെയ്തിരുന്നത്. റേസ് വലിലേക്ക് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക്
കുറച്ചും കൂടി ട്രെയിനിങ് വേണം. ഓഫ് റോഡിലും അങ്ങനെ അന്ന് പറമ്പിലും പാടത്തൊക്കെ അങ്ങനെ എൻ്റെ വീടിൻ്റെ മുന്നിൽ തന്നെ നമ്മുടെ ഫാദർ വാഴത്തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വണ്ടി ഓടിക്കലാണ് വാഴത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ. അപ്പോൾ അമ്മയും അച്ഛനും സ്കൂളിൽ പോയി വരുമ്പോഴേക്കും വാഴകളൊക്കെ ചില സമയത്ത് 2-3 വീണെടുക്കുന്നുണ്ടാവും. അപ്പോൾ അവർ ചോദിക്കുന്നത് ഇതെന്ത് പറ്റി വാഴയ്ക്കൊക്കെ? നമുക്കറിയില്ല എന്നറിയാം എങ്ങനെ വീണെന്ന്. വാഴയൊക്കെ ഹാൻഡിൽ ബാർ ഇടിച്ചിട്ടും വണ്ടി കൊണ്ട് തട്ടിയിട്ടൊക്കെ വീണിട്ടുള്ളതാണ്. അങ്ങനെയൊക്കെയാണ് തുടക്കത്തിൽ. പറഞ്ഞു തരാനൊന്നും അത്ര ആരുമില്ല എന്ന് വെച്ചാൽ ആർക്കും അറിയില്ല ഇതിനെക്കുറിച്ച്. അപ്പോൾ നമ്മൾ എല്ലാം സ്വന്തമായിട്ട് തന്നെ ഇങ്ങനെ ചെയ്ത് പഠിച്ച് ഒരു 1999 നമ്മൾ നാഷണൽ റേസ് പങ്കെടുക്കാൻ പോയി. കോയമ്പത്തൂരായിരുന്നു. അന്ന് നോവൈസ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്, അതായത് പുതിയതായിട്ട് എൻ്റർ ചെയ്യുന്ന ആൾക്കാർക്കുള്ള ക്ലാസ്. ആ ക്ലാസ്സിൽ സമ്മാനം കിട്ടി. അങ്ങനെയാണ് TVS കമ്പനി അവരുടെ റൈഡേഴ്സ് ഓടിക്കുന്നുണ്ടായിരുന്നു. അവരേലും ഫാസ്റ്റായിരുന്നു അന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടാണ് TVSൽ കയറുന്നത്. ഇന്ത്യയിൽ ഞാൻ നോക്കിയിട്ട് വേറൊരു ഫാക്ടറിയും മോട്ടോർ സൈക്കിൾ റേസിങ്ങിന് സപ്പോർട്ട് ഇത്രയും ചെയ്യണില്ല. ഇത് ഫാക്ടറി അവരെ സപ്പോർട്ട്, അവരെ ബൈക്സ്, അവരെ വണ്ടി റേസിങ്ങിന് വേണ്ടിയിട്ട് തന്നെ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. നമ്മൾ ശരിക്കും ഒരു പ്രൊഫഷണലായി അവിടെ ചെന്നപ്പോൾ. അതായത് അവരുടെ സെറ്റപ്പ് കണ്ടപ്പോൾ നമ്മൾ ലോക്കൽ ഗാരേജും ആ ഒരു സെറ്റപ്പിലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അവിടെ ചെന്നപ്പോഴാണ് ഇത് വേറെ തന്നെ ഒരു ലോകമാണ്. അവിടെ 2 ട്രാക്ക് ഉണ്ടായിരുന്നു ഫാക്ടറിയിൽ. ഒരെണ്ണം ചെറിയ ട്രാക്ക്, ഒരെണ്ണം വലിയ ട്രാക്ക്. അപ്പോൾ 2 തരം ട്രാക്കിലും ഒരുപാട് ട്രെയിനിങ്ങും അങ്ങനെ പുറത്തുനിന്നും അവർ ട്രെയിനേഴ്സിനെ കൊണ്ടുവന്നിട്ട് ട്രെയിനിങ് ചെയ്യിപ്പിക്കലും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു 2002 അഞ്ചാണോ 6 റൈഡേഴ്സ് ഉണ്ടായിരുന്നു ഒരുമിച്ച്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കോമ്പറ്റ് ചെയ്യലും. അപ്പോൾ നമ്മൾ കോമ്പറ്റ് ചെയ്യുമ്പോൾ ഒരേ സ്പീഡുള്ള ആൾക്കാരായിട്ട് കോമ്പറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇമ്പ്രൂവ് ആവും. പിന്നെ അതേമാതിരി നമ്മളെ ലാപ്പ് ടൈമിങ് എടുക്കും. അതിനൊക്കെ സ്പെഷ്യലായിട്ട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ടൈമിങ് എടുക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ട്രാക്ക് ഒരു ലാപ്പ് 1 കിലോമീറ്റർ 1 മിനിറ്റൊക്കെ ആവും നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ 1 മിനിറ്റ് 2 സെക്കൻഡ്, 1 മിനിറ്റ് 1 സെക്കൻഡ്. അപ്പോൾ അവർ പറയുക ഒരു 55 സെക്കൻഡിൽ ചെയ്യാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മളെ പുഷ് ചെയ്യും. അപ്പോൾ നമ്മൾ മാക്സിമം ചെയ്യുമ്പോഴാണ് നമ്മൾ ഇമ്പ്രൂവ് ആവുക. അങ്ങനെ നമ്മൾ ആ 55 ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ മാക്സിമം നമ്മളെ ലിമിറ്റ് മാക്സിമം പുഷ് ചെയ്യാൻ നോക്കും. അപ്പോൾ നമുക്ക് അത്രയും ആ ഒരു 55 എത്തിയില്ലെങ്കിൽ ചിലപ്പോൾ 56 എത്തും. അപ്പോൾ അതിൻ്റെ ക്ലോസ് എത്തിയെന്ന് കാണുമ്പോൾ നമ്മൾ വീണ്ടും 55ലേക്ക് എത്തും. ചിലപ്പോൾ 54 നമ്മൾ ഫിനിഷ് ചെയ്യും. അപ്പോൾ മിസ്റ്റേക്സ് ഇല്ലാണ്ട് കൂളായിട്ട് ഓടിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ് എനിക്ക് കൂടുതൽ അഡ്വൈസ് കിട്ടിയിട്ടുള്ളത്. പിന്നെ അന്നത്തെ കോമ്പറ്റീഷൻ റേസ് ചാമ്പ്യൻഷിപ്പൊക്കെ ഓരോ റൗണ്ട് കഴിയുമ്പോഴും നമ്മൾ ചിലപ്പോൾ ഫസ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് 2 സെക്കൻഡ് വളരെ വീൽ ടു വീൽ ഫിനിഷിംഗ് ഒക്കെ ആയിരിക്കും. അത് അന്ന് യമഹ ടീം ഉണ്ടായിരുന്നു, ശിവകുമാർ എന്നൊക്കെ പറഞ്ഞിട്ട് ബാംഗ്ലൂരുള്ളൊരു കോമ്പറ്റീറ്റർ ഉണ്ടായിരുന്നു. പിന്നെ വിശ്വനാഥ്, വിജയകുമാർ, അങ്ങനെ ഇവരൊക്കെ ആയിട്ട് ഒടുക്കത്തെ ഫൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വിടില്ല. നമ്മളും വിടില്ല, അവരും വിടില്ല. അങ്ങനത്തെ കണ്ടീഷനാണ്. ഒരു നിലയ്ക്കും വിട്ടുകൊടുക്കാൻ പറ്റാതെ അത് നമ്മളെ TVS ആരും പുഷ് ചെയ്യും. വിടാൻ നമ്മളെ സമ്മതിക്കില്ല. നമുക്ക് ചാമ്പ്യൻഷിപ്പ് വേണം. അപ്പോൾ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. Jinan knows the track is very technical and will pose as many challenges as possible. But he is up for the task and his ride is flawless. He looks pretty set to wrap this up. And this is it. Jinan crosses the line first. കുറച്ച് റിസ്ക് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു റേസ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഗോവയിലാണ്. 2002 ആണോ 3 ആണോ എന്ന് എനിക്ക് കറക്റ്റ് 2 അല്ലെങ്കിൽ 3 ആ ഒരു ടൈമിൽ. അപ്പോൾ ലാസ്റ്റ് ഫിനിഷിങ് ജമ്പിൽ തൊട്ട് മുന്നേ 2 ജമ്പുകൾ അടുപ്പിച്ച്. ഒരു ജമ്പ് ചാടിയിട്ട് പിന്നത്തെ ജമ്പിൽ കഴിഞ്ഞിട്ട് അതും ചാടിയിട്ടാണ് ഫ്ലാഗ് വീശുക. അപ്പോൾ ലാസ്റ്റ് ലാപ്പാണ്. ഞാൻ തൊട്ട് പിന്നില്ല, കിട്ടാനൊരു രക്ഷയില്ല. അപ്പോൾ ഒന്നില്ലെങ്കിൽ റിസ്ക് എടുക്കാണ്ട് നിവൃത്തില്ല. ആദ്യത്തെ ജമ്പ് ചാടിയും 2ാമത്തെ ജമ്പും കഴിഞ്ഞ് ഫ്ലാഗും ചാടി ഫ്ലാഗിൻ്റെ അപ്പുറത്ത് ചെന്നിട്ടാണ് വീണത്, അവൻ്റെ തലേരെ മേലെ കൂടെ. അതൊക്കെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവങ്ങളാണ്. അതേമാതിരി തന്നെ ഇപ്പം അടുത്ത് 2017 ഒരെണ്ണുണ്ടായി ഫൈനൽ റൗണ്ട് ബറോഡയിൽ MRF സൂപ്പർക്രോസ് ചാമ്പ്യൻഷിപ്പ് തന്നെ. അതും ഇതേമാതിരി അത് ഹാരിത്ത് എന്ന് പറഞ്ഞിട്ട് ഷൊർണൂരുള്ള മലയാളി TVSൻ്റെ റൈഡറായിരുന്നു. അന്ന് ഞാൻ പ്രൈവറ്റ് ഇയർ ആയിട്ട് ഓടിക്കായിരുന്നു. അന്ന് കവാസാക്കി വെച്ചിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബറോഡയിൽ ഇതേമാതിരി ലാസ്റ്റ് 2 ജമ്പ് ഉണ്ട്, അത് കഴിഞ്ഞാൽ ഫിനിഷിങ്ങാണ്. അതേമാതിരി
ലാസ്റ്റ് ജമ്പിന് തൊട്ട് മുന്നേ ജമ്പിൽ തലേര മേലെ കൂടെ ചാടി ഫസ്റ്റ് അടിച്ചു. അതൊരു ഭയങ്കര ഒരു സംഭവമായിരുന്നു. പിന്നെ കുറേ തമാശകൾ വേറെ ഒരുപാട് പറയാനുണ്ട് കേട്ടോ. അതായത് ലോക്കൽ റേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതൊക്കെ ചെറുപ്പത്തിലാണ്. 93-94 ആ ഒരു ടൈമിലൊക്കെ നമ്മൾ ജയിച്ച് തുടങ്ങിയപ്പോൾ ഭയങ്കര ആവേശമായി. അന്ന് അത്രയും ഇതായിട്ടുള്ള പിള്ളേരൊന്നും ഉണ്ടായില്ല തുടക്കത്തിൽ. അപ്പോൾ നമ്മൾ ഒരുപാട് ലീഡ് എടുത്ത് പോവുക. അപ്പോൾ പിന്നെ ഒരു രസമില്ല. അപ്പോൾ പിന്നെ ആൾക്കാർക്കൊരു ഹരം വേണ്ടേ. കുറേ വീലൊക്കെ പൊന്തിക്കും, എന്നാലും രസം പോരാൻ തോന്നി. അപ്പോൾ നമ്മൾ ബാക്കിലുള്ള എതിരാളീനെ കയറ്റി വിടും. എന്നിട്ട് നമ്മൾ അവന് പിന്നാലെ പോയിട്ട് അവനെ വെടി കൊടുക്കുന്ന ഒരു സംഭവം അത് കുറേ സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരു രസത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അല്ലാണ്ട് നമ്മളിപ്പോൾ മറ്റവനെ തളർത്താനൊന്നല്ല. എന്നാലല്ലേ ഒരു രസമുള്ളൂ. അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷനൊരു ഇതില്ലല്ലോ. ചെറുപ്പത്തിലെ ഒരു വികൃതികൾ എന്ന് പറയില്ലേ. അങ്ങനെ ബൈക്കൊക്കെ ഓടിച്ച് എക്സ്പോഷറൊക്കെ ആയപ്പോഴാണ് നമ്മളെ ഒരുപാട് സിനിമയിലത്തെ ടീമുകളും അതേമാതിരി അഡ്വർടൈസ്മെൻറ്റ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വിളിക്കാൻ തുടങ്ങി. അവർക്ക് കൂടുതൽ ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കുറേ ആൾക്കാർക്ക് പണ്ട് 93-94 എനിക്കറിയില്ല, കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല നിങ്ങൾ, സിനിമാ തിയേറ്ററിലൊക്കെ രാഗം തിയേറ്ററിലാണ് തൃശ്ശൂർ മെയിനായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ഒരു കട്ടൗട്ടർ, ഇന്ന് ഫ്ലെക്സ് എന്ന് പറയും അതിനെ, അത് പൊളിച്ച് വരുന്നൊരു സീനുണ്ട്. അത് നമ്മുടെ പ്രമോദ് പപ്പേട്ടൻ ചെയ്തിട്ടുള്ളതാണ്, ലെൻസ്മാൻ്റെ ആഡ്. അത് ഭയങ്കര ഒരു സംഭവം തന്നെയായിരുന്നു അന്നത്തെ കാലത്ത്. അതായത് ഒരു പറയുകയാണെങ്കിൽ ഒരാൾ ഒരു കോണി വെച്ച് കയറിയിട്ട് പെയിൻ്റ് അടിക്കുക ലെൻസ്മാനിന്ന്. ആ നേരത്ത് അപ്പുറത്തുനിന്ന് ആ കട്ടൗട്ടർ പൊളിച്ചിട്ട് ചാടി പൊളിച്ച് ബൈക്ക് കണ്ട് ഇടിച്ച് തെറിപ്പിച്ചിട്ട് വരുന്നൊരു സീനാണ്. അത് ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നു. അത് കാണുമ്പോൾ തന്നെ ഒരു രോമാഞ്ചം വരും. ടി വി എസ്സിൽ കയറിയപ്പോൾ പിന്നെ ടി വി എസിൻ്റെ ഒരുവിധം ഇറങ്ങണ വണ്ടികളുടെ ഒക്കെ ഡ്യൂപ്പ് നമ്മളാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ അന്ന് ഞാനുള്ളപ്പോൾ വിക്ടർ എന്ന് പറഞ്ഞ വണ്ടി ഇറങ്ങി, പിന്നെ അപ്പാച്ചി, ഇതിനൊക്കെ ആഡ് ചെയ്യുമ്പോൾ സച്ചിന്, ധോണിക്ക്, ഇവർക്കൊക്കെ ഡ്യൂപ്പ് ചെയ്യാനായിട്ട് നമ്മളാണ് ചെയ്യാറ്. അത് കഴിഞ്ഞ് അവർ ഹെൽമെറ്റ് വരുമ്പോൾ അവരായിരിക്കും കേട്ടോ. അതേമാതിരി സിനിമയിൽ പ്രമോദ് പപ്പേട്ടൻ്റെ എബ്രഹാം ലിങ്കൺ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കലാഭവൻ അനിയനായിട്ട് ഒരു ബൈക്ക് ചേസിങ്ങും റാലി കാറുകൾ, 2 കാറുകൾ ചേസ് ചെയ്യുന്നത്. പിന്നെ വേഷം എന്ന് പറഞ്ഞ സിനിമയിൽ റിയാസ് ഖാൻ വിളിച്ചിട്ട് പുള്ളിയുടെ ഡ്യൂപ്പ് ആ ഒരു ചേസ്, പോലീസായിട്ടുള്ള ചേസ്, ബൈക്കുമ്പോൾ ഞാനും പോലീസ് വണ്ടിയായിട്ടുള്ള ചേസ്, അത് കോഴിക്കോട് വെച്ചിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുസാഫിർ, അത് ദുബായിൽ വെച്ചിട്ട് ചെയ്തതാണ്. അതും പ്രമോദേട്ടൻ്റെ പടം. 2006 അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്നതിലും തൊട്ട് മുന്നത്തെ വർഷം ഒരു ലോക്കൽ റേസിന് നമ്മൾ ആ സമയത്ത് ലോക്കൽ റേസ് കുറച്ചിരുന്നു. എന്നാലും ആ ലോക്കൽ റേസ് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അത് അവിടുത്തെ നമ്മളെ ഈ ലോക്കൽസിൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അവർ ഒടുക്കത്തെ സപ്പോർട്ടാണ്. അത് കാരണം ഇടയ്ക്ക് അവർ വിളിക്കുമ്പോൾ നമ്മൾ നല്ല റേസുകളൊക്കെ ലോക്കൽ റേസിന് പോകും. അങ്ങനെ ഒരു ലോക്കൽ റേസിന് പോയിട്ട് എറണാകുളത്തുള്ളൊരു പുള്ളിയുടെ ബൈക്കിൻ്റെ ഇടയിൽ എൻ്റെ ആംഗിൾ പെട്ടിട്ട് ആംഗിളിനൊരു ചെറിയ ചിന്നൽ പറ്റി. അത് കഴിഞ്ഞ് അതിൻ്റെ പിന്നത്തെ ആഴ്ച നാഷണൽ ഫൈനൽ റൗണ്ടായിരുന്നു പൂനെയിൽ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്കൊരു ചെറിയ ഇതുള്ളൂ, ചിഹ്നലുള്ളൂ. പക്ഷേ അത് വെച്ചിട്ട് ചാടിക്കുമ്പോൾ വേദനയുണ്ട് നന്നായിട്ട്. അപ്പോൾ അത് ഓടിക്കാണ്ടിരിക്കാനും പറ്റില്ല. എന്ന് വെച്ചാൽ ചാമ്പ്യൻഷിപ്പിൽ നമ്മൾ പോയിൻ്റ് ലീഡിൽ നിൽക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യും എന്നാലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെ അവസാനം ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു പെയിൻ കില്ലർ തരാമെന്ന് പറഞ്ഞു. പെയിൻ കില്ലർ അടിക്കുക, ആ സമയത്ത് അടിക്കുക,
അപ്പോൾ അത്ര വലിയ പെയിൻ അറിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ വേറെ ഒന്നും നോക്കാൻ നിന്നില്ല. അപ്പോൾ തന്നെ റേസിന് മുന്നേ പെയിൻ കില്ലർ അടിച്ചിട്ട് ഓടിച്ചു. വേദനയൊക്കെ ഉണ്ടായിരുന്നു പെയിൻ കില്ലർ അടിച്ചിട്ടും, എന്നാലും ജയിച്ചു. അതൊരു ഭയങ്കര ഒരു സംഭവമായിരുന്നു. 5 ചാമ്പ്യൻഷിപ്പ് അടിച്ചു. അതിനിടയിൽ കല്യാണവും കല്യാണം കഴിഞ്ഞ് കുട്ടിയായി. അപ്പോൾ വീട്ടുകാരും അതേമാതിരി വൈഫിൻ്റെ വീട്ടുകാരും എല്ലാവരും പറഞ്ഞു ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ അത്രയൊക്കെ അടിച്ചിട്ടും അതിന് നമുക്ക് നാട്ടിൽ വിചാരിച്ചത്രയുള്ള മെച്ചമൊന്നും കാണുന്നില്ല ഈ ഫീൽഡിൽ നിന്ന്. അതുകൊണ്ട് എന്തിനാ ഇനി ഇവിടെ നിൽക്കുന്നത് നാട്ടിൽ. അപ്പോൾ വൈഫിൻ്റെ ഫാദറാണെങ്കിൽ ദുബായിലുണ്ട്. അപ്പോൾ പുള്ളിയും പറഞ്ഞു എന്നാൽ ഇവിടേക്ക് കയറി പോന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഇവിടെ ഇൻ്റർനാഷണൽ റൈഡേഴ്സിൻ്റെ ഒരു പിക്ചറാണ് നമുക്ക് വരുന്നത് മോട്ടോക്രോസ്. നമുക്കപ്പോൾ തോന്നി അത് കൊള്ളാലോ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇനിയിപ്പോൾ നിന്നിട്ട് ഇപ്പോൾ അത്ര വലിയ ഇതിലപ്പുറത്തേക്കൊന്നും പോകാനില്ല, പിന്നെ അതിനുള്ള ഗുണവുമില്ല. അങ്ങനെ ഞങ്ങൾ 2007 ദുബായിലെത്തി. ഇവിടെ ജോലിയും ട്രാക്കുകളും അന്വേഷിച്ച് നടന്നു. CV ഒക്കെ ഉണ്ടാക്കി. നമുക്ക് ജോലിയൊന്നും എടുത്ത് പരിചയമില്ലല്ലോ, ബൈക്ക് ഓടിക്കാനെല്ലാം അറിയുള്ളൂ നാട്ടിൽ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലിബർട്ടി ഓട്ടോമൊബൈൽസ് കവാസാക്കി ഡീലർ ആവാൻ വരുന്നെന്ന് ഞാൻ കേട്ടു. അങ്ങനെ അവിടേക്ക് നമ്മളെ CV അയച്ചു. കവാസാക്കിയിലേക്ക് ജോലി അപ്ലൈ ചെയ്യാൻ കാരണം കവാസാക്കിയുടെ മെയിൻ റൈഡർ US-ൽ ജെയിംസ് ബാബ സ്റ്റുവേർട്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു അമേസിങ് റൈഡറാണ്. പുള്ളിയുടെ റൈഡിങ് സ്റ്റൈലാണ് ഞാൻ ഒരുപാട് ഫോളോ ചെയ്യാൻ നോക്കുന്നതും എല്ലാം. ഒരിക്കലും മറക്കാൻ പറ്റാത്ത റേസുകളാണ് പുള്ളിയുടെ കണ്ടിട്ടുള്ളത് മുഴുവൻ. അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു ഇംഗ്ലീഷുകാരനാണ് ഇരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഇംഗ്ലീഷൊക്കെ അറിയാം, പക്ഷേ ഇയാൾ പറയണ ഒന്നും മനസ്സിലാവണില്ല. എന്താ വെച്ചാൽ നമ്മളിവിടെ ഇന്ത്യ നാട്ടിൽ നിന്ന് ഇവിടെ വരുമ്പോഴുള്ള പ്രശ്നം അതായിരുന്നു എനിക്ക്. അയാൾ പറയണത് ഒന്നും മനസ്സിലാവണില്ല, ഞാൻ പറയണത് അയാൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇൻ്റർവ്യൂവിൽ ആൾ പറഞ്ഞു ഇവന് ലാംഗ്വേജ് ഇല്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വിട്ടു. അങ്ങനെ ഞാൻ തിരിച്ചു പോന്നു. നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ലിബർട്ടിയിൽ ഞാൻ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു ലിബർട്ടി മോട്ടോർ സ്പോർട്സിൻ്റെ മാനേജർ എൻ്റെ ഫ്രണ്ടാണ്, ശ്രീലങ്കക്കാരനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്ന് എൻ്റെ പ്രൊഫൈൽ പുള്ളിക്കൊന്ന് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. പുള്ളി അപ്പോൾ തന്നെ പ്രൊഫൈൽ അയച്ചു കൊടുത്തു. ആ പുള്ളി നേരെ ഇംഗ്ലീഷുകാരന് ഫോർവേഡ് ചെയ്തു. ഇംഗ്ലീഷുകാരൻ എൻ്റെ പേര് അടിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി നമ്മളെ കംപ്ലീറ്റ് ഇത് ഗൂഗിളിൽ എടുക്കുന്നുണ്ടല്ലോ. അന്നൊക്കെ അപ്പോൾ റേസിൻ്റെയും റേസ് ജയിച്ചതിൻ്റെയും അതേമാതിരി TV അഡ്വർടൈസ്മെൻറ്റ് എല്ലാം ചെക്ക് ചെയ്തപ്പോൾ പുള്ളിക്ക് തന്നെ ഒരു ക്രൈസ് തോന്നി എന്നോട്. അങ്ങനെ പുള്ളി വീണ്ടും രണ്ടാമത് നമ്മളെ തിരിച്ചു വിളിച്ചു. അങ്ങനെയാണ് അവിടെ ലിബർട്ടിയിൽ പുള്ളി പറഞ്ഞു നിനക്കിവിടെ നിനക്കിവിടെ വണ്ടി വിൽക്കാനുള്ള ജോലിയുണ്ട്, അതേമാതിരി നിനക്കൊരു ബൈക്കും തരും, ഈ റേസും ചെയ്തോ, ഈ സാധനം നമുക്ക് മാർക്കറ്റ് ചെയ്യണം കവാസാക്കി. അപ്പോൾ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച മാതിരത്തെ ഒരു ജോലി കിട്ടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കവാസാക്കിയിൽ ജോലിയും കിട്ടി, നമുക്ക് റേസിന് പോകാൻ അതിൻ്റെ മാനേജർ നമുക്ക് ഓക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഉള്ള ഗുണം രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുനടക്കാം. അപ്പോൾ അത് ബാലൻസ് ചെയ്ത് പോവും. പക്ഷേ ആകെയുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ റൈഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം റൈഡിങ് ആയിട്ട് നടക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേസ് മാത്രം ചെയ്താൽ ചായ കുടിക്കാനുള്ള പൈസ കിട്ടുള്ളൂ, കുടുംബം നോക്കണമെങ്കിലും ജോലിക്ക് പോകണം. അപ്പോൾ അങ്ങനെയുള്ള സംഭവം കൊണ്ട് 6 ദിവസം ജോലിക്ക് പോവും. പിന്നെ ഫ്രൈഡേ ഫുൾ ഡേ നമ്മൾ ട്രാക്കിൽ പ്രാക്ടീസും ട്രെയിനിങ്ങും അത് മാത്രം വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അന്ന് 2007 ഇവിടെ കവാസാക്കി എന്താണെന്ന് അറിയില്ല. സത്യത്തിൽ ഞാൻ ഷോറൂമിലിരിക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഇവിടെ നമ്മുടെ ലോക്കൽസ് വന്നിട്ട് ഇത് ചൈനയാണോ വണ്ടി എന്ന് ചോദിച്ചിട്ടുള്ളത്. ഒന്നും അറിയില്ല. അങ്ങനെ നമ്മൾ ഈ ബൈക്ക് കൊണ്ടുപോയിട്ട് DMX ദുബായ് മോട്ടോക്രോസ് ട്രാക്കിൽ കൊണ്ടുപോയി ഓടിച്ച് ജയിച്ച് കാണിച്ചു കൊടുത്തിട്ടാണ് ഈ വണ്ടി സെയിലായി തുടങ്ങിയത്. അങ്ങനെ വണ്ടികൾ സെയിൽ തുടങ്ങി. നല്ല സെയിലായിരുന്നു. ഞങ്ങൾ ദുബായ് മാർക്കറ്റ് ശരിക്കും തകർത്തു വാരി. ഇവിടെ വന്ന് ജോയിൻ ചെയ്തു, നമ്മൾ റേസ് ഓടിച്ചു. ഇതൊക്കെ തുടങ്ങിയപ്പോൾ സായിപ്പ് പിന്നെ ലാംഗ്വേജിൻ്റെ കാര്യമൊക്കെ മറന്നു. സായിപ്പ് ഇടയ്ക്കൊക്കെ തുടക്കത്തിലൊക്കെ ആംഗ്യ ഭാഷ ആയിരുന്നെങ്കിലും പിന്നെ അതൊക്കെ മറന്നു. പുള്ളി വളരെ ഇമ്പ്രസ്ഡായി. അങ്ങനെയാണ് ലിബർട്ടിയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് DMXൽ പോയി പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു അവസരം വന്നത്. അവിടെ ചെന്നപ്പോഴാണ് അവിടെ ഫുൾ ഇൻ്റർനാഷണൽ റൈഡേഴ്സ്. അന്ന് ഒരു കനേഡിയൻ ചാമ്പ്യൻ മിച്ച് കുക്ക് എന്ന് പറഞ്ഞിട്ട് പുലി റൈഡറാണ്. പുള്ളിയൊക്കെ ഓടിക്കൊണ്ട് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി. എന്ന് വെച്ചാൽ നമ്മൾ TV-യിലൊക്കെ കണ്ടിട്ടുള്ളത് ആ ഒരു സ്റ്റൈലിലാണ് പുള്ളി പോണത്. അപ്പോൾ നമ്മളെ ഉള്ളിലുള്ള റൈഡർ വീണ്ടും ഉണർന്നു. ഇനിയും നമ്മൾക്ക് പോകാനുണ്ട് ഒരുപാട്, ഇത് അവസാനം ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിലുള്ള ട്രെയിനിങ്ങും എല്ലാം തുടങ്ങി. നമ്മൾ നാട്ടിൽ ഓടിക്കുന്ന ഒരു സെറ്റപ്പ് അല്ല, ട്രാക്കല്ല ഇവിടെ എന്ന് പറഞ്ഞാൽ വൈഡ് ഓപ്പൺ സാൻഡിയാണ്. ഒരുപാട് സ്ട്രെയിൻ വേണം. റേസ് കഴിയുമ്പോഴേക്കും നമുക്ക് തലചുറ്റും വായെന്ന് പത വരും. ആ ഒരു അവസ്ഥയായിരുന്നു ഇവിടെ. അപ്പോൾ ഫിറ്റ്നസ് ഒന്നുമല്ല നമ്മൾ അവരെ മുന്നിൽ. അപ്പോൾ അതും ബിൽഡ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഡെയിലി രാവിലെ എനിക്ക് ഒരു കോഫി കുടിക്കുക, 1 hour ഫിസിക്കലി ഹാർഡ് വർക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നതിൻ്റെ അത്ര. നമ്മൾ മനസ്സിൽ കാണുന്നത് ചെറിയ പിള്ളേർ അരമണിക്കൂർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ 1 മണിക്കൂർ ചെയ്യണം, എന്നാലേ നമുക്ക് അവരൊപ്പം പിടിച്ചേക്കാൻ പറ്റുള്ളൂ. അതൊക്കെയാണ് മനസ്സിൽ വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്.
അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ചോദിക്കുക, നിനക്ക് അന്നും ഇന്നും ഒരേ വെയിറ്റ് ആണല്ലോ, ഒരേ മാതിരിയാണല്ലോ ഇരിക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, ഇതേമാതിരിയുള്ള വർക്കൗട്ടും ഇതൊക്കെ തന്നെയാണ്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് അടുത്ത ഇത് ആലോചിച്ചുകൊണ്ടാണ് നമുക്കൊരു എയിമുണ്ട്. അതും ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. നമ്മൾ ഡെയിലി ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടും റൈഡിങ്ങിന് വേണ്ടിയും എല്ലാം മാക്സിമം പറ്റാവുന്ന യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ടൈമൊക്കെ യൂട്ടിലൈസ് ചെയ്യും. You couldn't be hot pockets before you threw a Ouija board and big to the hook. Trick loser look, your life's like a part of space that might get took. അങ്ങനെ ഒരു 2 വർഷത്തോളം കണ്ടിന്യൂസ് ഒരു പോഡിയം കിട്ടാൻ 2 വർഷം എടുത്തു. എനിക്ക് ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് റേസ് ഞാൻ ജയിച്ചത് ഫുജറയിൽ റമദാനിന് നമ്മളെ ഫുജറ ഷെയ്ക്ക് ഒരു സൂപ്പർ ക്രോസ് നടത്തി. അപ്പോൾ അത് നൈറ്റ് റേസ് ആയിരുന്നു, ഫ്ലഡ് ലൈറ്റിൽ സൂപ്പർ റേസ്, പ്രൈസ് മണി ഉണ്ട്, അടിപൊളി റേസാണ്. അപ്പോൾ അതിലാണ് അവിടെ നിന്ന് ഒന്നും കൂടിയും ആവേശം കൂടി. അവിടെയാണ് ഞാൻ ഫസ്റ്റ് എനിക്ക് 3rd പ്രൈസ് കിട്ടുന്നത്. അത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. ദുബായ് മോട്ടോക്രോസ് ചാമ്പ്യൻഷിപ്പ്, അതേമാതിരി അൽ ക്വിനിലൊരു ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിരുന്നു, ഫുജറയിലുണ്ടായിരുന്നു, ഇതൊക്കെ ജയിച്ചു. അങ്ങനെ ഒരു 10 വർഷത്തോളം കണ്ടിന്യൂസ് സമ്മാനങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു 2017 എൻ്റെ അമ്മാവൻ്റെ മകനുണ്ട് രൂപേഷ് പറഞ്ഞു, നാട്ടിൽ നിന്ന് ഇടയ്ക്കൊന്നും പോകണ്ടേ, നമ്മൾ ഒരുപാട് ഗ്യാപ്പായി, 10 വർഷത്തോളമായി നാട്ടിൽ പോയി ഒന്ന് ഓടിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനൊക്കെ ഒരുപാട് ചിലവാണ് നമുക്കത്. അപ്പോൾ അവൻ പറഞ്ഞു അവൻ ബൈക്ക് വാങ്ങിത്തരാം, അവിടെ ഒരു ബൈക്ക് വാങ്ങി വെക്കാം നാട്ടിൽ, അങ്ങനെയാണെങ്കിൽ ഞാൻ വന്നിട്ട് ഓടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ തുടങ്ങാം, അങ്ങനെ പോകാമെന്നുള്ള രൂപത്തിൽ 6 റേസ് ഉണ്ട് നാഷണൽ ചാമ്പ്യൻഷിപ്പ്. അത് 6ഉം നോർത്ത് സൈഡിലും കൂടുതലും നോർത്തിലൊക്കെ ആയിരുന്നു. അങ്ങനെ 6 റേസും അന്ന് പോയി. പക്ഷെ അന്ന് നമ്മൾ ജയിക്കാൻ പറ്റിയില്ല, അന്ന് സെക്കൻഡായിരുന്നു, ചാമ്പ്യൻഷിപ്പ് അടിക്കാൻ പറ്റിയില്ല. പക്ഷേ അതിലുണ്ടായിരുന്ന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞപ്പോൾ TVS പറഞ്ഞു ഇന്ത്യയിൽ ഇനി വരികയാണെങ്കിൽ TVS സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ്, അതുകൊണ്ട് TVS വണ്ടി തരാം, ഇനി വേറൊരു വണ്ടി ഓടിക്കണ്ട. രണ്ടാമതൊരു കംബാക്ക്. അപ്പോഴുണ്ടാവുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. എന്നുവെച്ചാൽ TVSന് വേണ്ടിയിട്ട് നമ്മൾ 5 വർഷം ചാമ്പ്യൻഷിപ്പ് കണ്ടിന്യൂസ് ആയിട്ട് ജയിച്ചു. അതിനുശേഷം 10 വർഷത്തെ ഗ്യാപ്പ് ദുബായിൽ വന്നിട്ട് രണ്ടാമത് അങ്ങോട്ട് ചെന്നപ്പോൾ നമ്മൾ പരാജയപ്പെട്ടു. അപ്പോൾ ആളുകളുടെ ചിന്ത ഇവൻ ഇത്ര പ്രായമായി, ഇവൻ കോമ്പറ്റ് ചെയ്യുന്നത് ചെറിയ പിള്ളേരെ കൂടെ 10, 18, 15 ഒക്കെ ആ റേഞ്ചിലുള്ള പിള്ളേരെ കൂടെയാണ്. ഹാർഡ് വർക്കിൻ്റെ ഇടയിൽ ഏജൊന്നും എൻ്റെ ഇടയിൽ ഒരു വിഷയമല്ല, ഇതിലൊരു ഷോർട്ട് കട്ടില്ലാത്തൊരു ഗെയിമാണ് ഞാൻ പറഞ്ഞ മാതിരി. അപ്പോൾ അതൊന്ന് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പറ്റാവുന്ന മാക്സിമം എല്ലാ പിക്ചറും എൻ്റെ മനസ്സിലുണ്ട്, ഓരോ കാര്യങ്ങളും. 2019 ഫസ്റ്റ് റൗണ്ടിന് നമ്മൾ ഇറങ്ങുമ്പോൾ എല്ലാം ചെറിയ പിള്ളേരാ. അതായത് ഒന്ന് ഭാർഗുജയുടെ മോൻ ഋഗ്വേദ്, പിന്നെ യുവരാജ് എന്ന് പറഞ്ഞിട്ടൊരു പൂനെയിലുള്ള പയ്യൻ, അവനൊരു 15 വയസ്സായിട്ടുള്ളൂ. പക്ഷേ അവരൊക്കെ US-ലും ഓസ്ട്രേലിയയിലൊക്കെ പോയി ട്രെയിനിങ് ചെയ്ത് ഫുൾ ഫിറ്റ്നസ് ആയിട്ട് നിൽക്കുന്ന പിള്ളേർ. അവരൊപ്പമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഋഗ്വേദിൻ്റെ ഫാദർ ഭാർഗുജേനൊക്കെ കാണുമ്പോഴൊരു സന്തോഷം. ഫാദർ അവരൊപ്പം കോമ്പറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ അവൻ്റെ മകനായിട്ട് കോമ്പറ്റ് ചെയ്യുമ്പോഴൊക്കെ ഒരു വേറൊരു ഫീലിംഗ് എനിക്ക് വരിക. പക്ഷെ ഞാൻ എപ്പോഴും നോക്കുന്നത് മകനെയാണ് കമ്പയർ ചെയ്യുന്നുള്ളൂ. ആ ഫാദറിൻ്റെ കാര്യമൊക്കെ മറന്നു, അതൊക്കെ നമ്മൾ മൈൻഡിലില്ല. നമുക്ക് ജയിച്ചേ പറ്റൂ, ആരായാലും. ഇടം വലം നോക്കാൻ പറ്റില്ല. ഹെൽമെറ്റ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ഇടം വലം നോക്കുന്ന പരിപാടി ഇല്ല, അതാദ്യമേ ഇല്ല. എന്ത് വന്നാലും ജയിക്കണം. ഫസ്റ്റ് റൗണ്ട് തന്നെ 2 മോട്ടോ, ആ 2 മോട്ടം ഫസ്റ്റ് അടിക്കുകയാണ്. അപ്പം തന്നെ കോൺഫിഡൻസ് നമുക്ക് വന്നു. പിന്നത്തെ സെക്കൻഡ് റൗണ്ട് ബാംഗ്ലൂർ, 2 മോട്ടോ ഫസ്റ്റ്. അപ്പോൾ നമുക്ക് ഒരു പോയിന്റിൽ ഓൾറെഡി നമ്മൾ നല്ല ലീഡലായി ചാമ്പ്യൻഷിപ്പിന്. 6 റൗണ്ടാണ് മൊത്തം. അപ്പോൾ തന്നെ കോൺഫിഡൻസ് വന്നു. പിന്നെ ആ ഫ്ലോ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്താൽ മതി. അങ്ങനെയാണ് ആ ഒരു 2019 ചാമ്പ്യൻഷിപ്പ് ഫൈനൽ റൗണ്ട് പൂനെയിലായിരുന്നു.
ചാമ്പ്യൻഷിപ്പ് കിട്ടിയപ്പോൾ ഉള്ള ഒരു സന്തോഷം വേറൊരു തന്നെയായിരുന്നു. അത് ടി വി എസിനും വളരെ, എനിക്കും ഒരു ഭയങ്കര ഒരു കംബാക്കായി. ആൾക്കാർക്ക് അപ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവങ്ങൾ അതൊക്കെ. ഇപ്പോൾ കറൻ്റ്ലി 3 മാസമായിട്ട് ലിബർട്ടി വിട്ടു. ഇപ്പോൾ വർക്ക് ചെയ്യണത് റോയൽ എൻഫീൽഡിലാണ്. എന്തൊക്കെയായാലും നമ്മൾ റേസ് കൊണ്ട് മാത്രം പറ്റില്ല, എന്തായാലും ജോലി ചെയ്യണം. അവിടെ ഇപ്പോൾ സെയിൽസ് മാനേജറായിട്ട് ജോലി ചെയ്യാണ്. റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ക്ലാസിക് ബൈക്സും അതേമാതിരി റെട്രോ സ്റ്റൈൽ മോട്ടോർ സൈക്കിളൊക്കെയാണ്. നമ്മൾ ചെയ്യുന്ന റേസിംഗ് ബൈക്സ് ഒന്നും അവർക്കില്ല. ഹിമാലയൻ എന്ന് പറഞ്ഞിട്ടൊരു ബൈക്ക് ഉണ്ട്, അതും ഒരു എൻഡ്യൂറോ ബൈക്ക് മാതിരി ഓഫ് റോഡ് ഓൺ റോഡ് ബൈക്കാണ്. അതുകൊണ്ട് മാത്രമല്ല, പിന്നെ ടി വി എസ് എനിക്ക് വേണ്ടി ഇവിടെയും ദുബായിലും UAE ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടും അവർ ബൈക്ക് തന്നിട്ടുണ്ട്, സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു റേസ് ഇവിടെ ദുബായിൽ മെയിൻലി ചാമ്പ്യൻഷിപ്പ് നടക്കുന്നുണ്ട്, ദുബായ് മോട്ടോക്രോസ് ചാമ്പ്യൻഷിപ്പ്. അതിപ്പോൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫാമിലി എന്ന് പറയുകയാണെങ്കിൽ, ഫാമിലി എൻ്റെ കൂടെ തന്നെ ഉണ്ട്. വൈഫ് ലിജി, എൻ്റെ മകന് ഇപ്പോൾ 10ാം ക്ലാസ്സിലാണ്. മകൻ്റെ പേര് ഗൻശ്യാം, പിന്നെ മകള് 4ാം ക്ലാസ്സിൽ ലക്ഷ്മി. അവരും ഓൾവേസ് എല്ലപ്പോഴും സപ്പോർട്ടിങ് ആണ് നമുക്ക്. അതുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്നൊക്കെ എല്ലാം അവർക്കറിയാം. ഇപ്പോൾ മകന് ഇപ്പോൾ എങ്ങനെയെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ എന്നെ കിട്ടൂല എന്നറിയാം. ചിലപ്പോൾ അത് പറ്റാത്തത് കൊണ്ടാണെന്നുള്ള അവർക്കറിയാം. കസിൻസും ഫ്രണ്ട്സും കൂടെ പഠിച്ചിരുന്നവരും എല്ലാവരും വിളിക്കാറുണ്ട്. എല്ലാവർക്കും പരാതിയാണ്, നമ്മളവിടെ വീട്ടിൽ ചെല്ലുന്നില്ല, അവിടെ അവരെ കാണാൻ വിളിക്കണില്ല. പക്ഷെ നമുക്കൊന്നിനും സമയം കിട്ടണില്ല. അത് നമുക്കെല്ലാം അറിയുള്ളൂ. ഇതിൽ ഈ ഫീൽഡിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ കട്ട് ചെയ്യേണ്ടി വരും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവുമെന്നറിയില്ല. ഞാൻ സിനിമ കണ്ടിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 12-13 വർഷം അതിൽ മേലെയായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അന്ന് ഇബ്രാഹിം ലിങ്കൺ എന്ന് പറഞ്ഞ സിനിമ തൃശ്ശൂർ സ്വപ്നയിൽ പോയി കണ്ടതാണ്. അതിനുശേഷം സിനിമയെ കണ്ടിട്ടില്ല, കാണാൻ ആഗ്രഹമില്ലാണ്ടല്ല. അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. എന്തിനു പറയുന്നത്, നമ്മൾ വേറെ ആരും ഡിപ്പെൻഡും ചെയ്യാണ്ട് ഇതിനെ ഫോക്കസ്ഡ് ആയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പൈസക്കാർക്ക് പറഞ്ഞിട്ടുള്ള ഒരു ആക്ച്വലി ഗെയിമാണിത് ഞാൻ പറയുകയാണെങ്കിൽ. പക്ഷെ നമ്മൾ അപ്പോൾ അത് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ജോലിയും ചെയ്യണം. ജോലി ചെയ്തിട്ട് പ്രാക്ടീസും ഇതൊക്കെ കൂടി ഒരുമിച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒന്നിനും സമയമില്ലാത്തത്. ബാക്കിയുള്ള റൈഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വർക്കിനൊന്നും പോകില്ല, ജസ്റ്റ് റൈഡിങ്, ഫിറ്റ്നസ്, അവരുടെ ഇത് മാത്രമാണ് ഫോക്കസ്. നമുക്ക് അത് പറ്റില്ലല്ലോ. നമുക്ക് അവരെ മാതിരിയുള്ള ഒരു സെറ്റപ്പ് അല്ലല്ലോ നമ്മളുടെ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നത്. ഒരുപാട് പേര് ചോദിക്കാറുള്ള ഒരു കാര്യം, എന്താണ് ഈ 50 നമ്പർ? നാട്ടിലായിരുന്നാലും ഇവിടെ ആയിരുന്നാലും ഒരുപാട് കൊല്ലങ്ങളായിട്ട് 50 നമ്പറാണ്. അതെന്തുകൊണ്ടാണ് എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ചെറിയൊരു കഥയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, റേസൊക്കെ തുടങ്ങിയ സമയങ്ങളിൽ കുറേ റേസുകൾ ജയിച്ചു. അതിനിടയിൽ നമ്മൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വണ്ടി എന്തെങ്കിലും കംപ്ലൈൻ്റ് ആവുക, ബൈക്ക് ഒന്നിലേക്ക് ചെയ്യും പൊട്ടുക, അല്ലെങ്കിൽ എൻജിൻ സീസ് ആവുക, പിസ്റ്റൺ പിടിക്കുക, അങ്ങനെ ഒരുപാട് കഷ്ടകാലങ്ങൾ. 2-3-4 റേസ് അടുപ്പിച്ച് ജയിക്കണില്ല, എന്തെങ്കിലും സംഭവിക്കുക. ആക്സിലേറ്റർ കേബിൾ തൊട്ട് റേസിന് ചെക്കൗട്ട് ഫ്ലാഗിന് തൊട്ട് മുന്നിലത്തെ ടേണിലെ ആക്സിലേറ്റർ കേബിളാണ് പൊട്ടി, വണ്ടി നിന്നുപോയി. അങ്ങനെയൊക്കെ ഉണ്ടാവുക. അപ്പോൾ നമ്മളെ കൂടെ ഒരു സ്രാവ് എന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെ ഫ്രണ്ട് ഉണ്ട്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ അങ്ങനെ പ്രത്യേകിച്ചൊരു നമ്പറൊന്നും ഉണ്ടായിരുന്നില്ല, കിട്ടിയ നമ്പർ എടുക്കുക ഓടിക്കില്ലായിരുന്നു. അപ്പോൾ പറഞ്ഞു ഇനി നമുക്ക് സ്ഥിരമായിട്ടൊരു നമ്പർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഏത് നമ്പറാണ്, ഒരു നല്ലൊരു നമ്പർ, ഭാഗ്യ നമ്പർ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ആലോചിച്ചിട്ട് 2 അടിച്ചിട്ട് പറഞ്ഞു 50 എന്നുള്ള നമ്പറും വന്ന് അടുത്ത് തുടങ്ങാമെന്ന് പറഞ്ഞു, അടുത്ത റേസ് തൊട്ട്. അങ്ങനെയാണ് ഈ 50 എന്നുള്ള നമ്പർ തുടങ്ങി. ഫസ്റ്റ് അവിടെ നിന്നിട്ട് എല്ലാ റേസും വിന്നിങ് ആയിരുന്നു ഒരു കൊല്ലം മൊത്തം. അങ്ങനെയാണ് പിന്നെ 50 എന്നുള്ള നമ്പർ നമ്മൾ സ്ഥിരമായിട്ട് കീപ്പ് ചെയ്തത്. പിന്നെ എന്നോടൊരുവിധം നമ്മുടെ ശിഷ്യന്മാരായാലും ഒരുവിധം എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെയാണ് നീ സ്റ്റാർട്ട് ഫസ്റ്റ് തന്നെ എടുക്കണത്, പെട്ടെന്ന് സ്റ്റാർട്ട് എടുത്ത് ഫസ്റ്റ് വളവിൽ എല്ലാവരെയും മുന്നിൽ പോണത്, അതേമാതിരി ചേസ് ചെയ്തിട്ട് പിടിക്കുമ്പോഴും ഒക്കെയുള്ള മൈൻഡ് സെറ്റപ്പ്. അപ്പോൾ ഞാനത് മാത്രം പറയും, മെയിനായിട്ട് ഫോക്കസ്ഡ് ആയിരിക്കണം നമ്മൾ. പിന്നെ ശരീരവും മനസ്സും ഒരുമിച്ച് വർക്ക് ചെയ്യുക എന്ന് പറയില്ലേ, അതൊക്കെ ആ ക്വിക്ക് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ വർക്ക് ചെയ്യണം. അതാണ് ഇതിൽ. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഈ സിനിമ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിവായിട്ട്
കൂടുതൽ ഫോക്കസ്ഡ് ആവണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നിടത്തേക്ക് വണ്ടി വരണം. നമ്മളിത് പെട്ടെന്ന് നോക്കുന്നിടത്തേക്ക് വണ്ടി വരിക എന്ന് പറയില്ലേ, ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിനുള്ളിൽ എല്ലാ കാര്യങ്ങളും നടന്നിരിക്കണം. അതിപ്പോൾ സ്റ്റാർട്ട് എടുക്കുകയായാലും നമ്മൾ വണ്ടി ഗേറ്റ് ഇങ്ങനെ മുന്നിൽ നിൽക്കുകയായിരിക്കും, ആ ഗേറ്റ് വീഴലും നമ്മളെ ശരീരം മനസ്സ് ഒരുമിച്ചായിരിക്കും വർക്ക് ചെയ്യണത്. അപ്പോൾ ടും എന്ന് പറഞ്ഞ് നമ്മൾ റബ്ബർ ബാൻഡ് വിട്ട മാതിരി പോകണം. അതും RPM നമ്മൾ ബൈക്കാകുമ്പോൾ നമ്മൾ RPM ക്ലച്ച് ഒരുപാട് കോമ്പിനേഷനാണ്. ഇതൊക്കെ കൂടി ഒരുമിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ പരിപാടി നടക്കുള്ളൂ. അല്ലാണ്ട് മുൻകൂട്ടി നമുക്ക് അത് സെറ്റ് ചെയ്ത് വരാനൊന്നും പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മൾ സാഹചര്യത്തിന് അനുസരിച്ചാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ചേസ് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ അവൻ എങ്ങോട്ട് നമ്മളെ ബ്ലോക്ക് ചെയ്യാൻ നോക്കും. അവൻ ഒരിക്കലും കയറ്റി വിടാൻ നോക്കില്ല. ഒരാളും കയറ്റി വിടാൻ താല്പര്യമില്ലല്ലോ. അപ്പം നമ്മളത് അവൻ വിത്ത് ചെറിയ ഏത് ഗ്യാപ്പ് കിട്ടി അപ്പം അടിച്ച് പോയിരിക്കണം. ഈ എക്സ്പീരിയൻസ് വലിയൊരു മാറ്ററാണ് ഇതിൽ. അപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്തവനാണെങ്കിൽ ആ നേരത്തെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് പകച്ചു പോകും ചില സമയങ്ങളിലൊക്കെ. അത് എനിക്കും ഉണ്ടായിട്ടുണ്ട് കേട്ടോ ചെറുപ്പത്തിലൊക്കെ. ആ സമയത്ത് ഒക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് കൊണ്ട് കവറായി പോകും. പ്രാക്ടീസ് ഇത് മേക്ക് പെർഫെക്റ്റ്. When I was trying to get it tip at Subway, and back when I was rapping for the hell of it, but nowadays we rapping to stay relevant. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ കുട്ടികൾക്ക് 4 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. നമ്മളെ ദുബായ് മോട്ടോക്രോസ് ക്ലബിൻ്റെ ട്രാക്കിൽ ഇംഗ്ലീഷുകാർ പിള്ളേർ ഒരുപാട് പഠിക്കാൻ വരുന്നുണ്ട്. അതേമാതിരി ഇന്ത്യയിൽ നിന്നും വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ആൾക്കാരൊക്കെ നമ്മളടുത്ത് ചോദിക്കാറുണ്ട്, എന്താ നീ പിള്ളേരെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവരുന്നില്ലേ എൻ്റെ പിള്ളേരെ. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറയാനുള്ളത് വെച്ചാൽ, ഞാൻ വന്നതും ആരും എന്നെ പുഷ് ചെയ്തിട്ട് കൊണ്ടുവന്നതല്ല. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സപ്പോർട്ട് ചെയ്യും. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരാളെ നീ ഇത് ചെയ്യണം അല്ലെങ്കിൽ നീ അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ഗെയിമല്ല. ഇത് സ്വന്തമായിട്ട് മനസ്സിൽ നിന്ന് വരണം, എന്നാലേ അതിൽ സക്സസ് ആവുള്ളൂ. അതെനിക്ക് 100% ഉറപ്പാണ്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അച്ഛന് സൈക്കിൾ പോലും ചവിട്ടാൻ അറിയില്ല. എന്നിട്ട് നമ്മളിങ്ങനെയായത് എങ്ങനെയാണ്? അത് നമ്മളുടെ ഉള്ളിൽ നിന്നുള്ള സാധനം പുറത്തേക്ക് വരണം. അത് അത്രയേ ഉള്ളൂ. അതിൽ ഞാൻ അവരോടും അത് തന്നെ പറയാറ്. ഇവിടെ ഇത്രയും എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് വണ്ടിയുടെ ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ വരുമ്പോൾ നമുക്കറിയാൻ പറ്റും. ചെറുതൊക്കെ ആണെങ്കിൽ ഞാൻ തന്നെ ചെയ്യും. പറ്റിയില്ലെങ്കിൽ നമ്മളെ ഇവിടെ ഇൻ്റർനാഷണൽ ഒരുപാട് സൂപ്പർ മെക്കാനിക്കൽ ക്രേസ് ആയിട്ടുള്ള ഒരുപാട് മെക്കാനിക്കുകൾ, നല്ല ആൾക്കാർ ഞാൻ ഇവിടെ കണ്ടിട്ടുമുണ്ട്. നമുക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്, ഹെൽപ്പും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടത്തെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മ വരിക. നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ ആ റേസ് ഓടിച്ച് തുടങ്ങിയ ടൈമിലൊക്കെ നമ്മൾ റേസ് ജയിക്കും, സമ്മാനം കിട്ടും. പൈസ മുഴുവൻ പവർ കൂട്ടാൻ വേണ്ടി ബൈക്കിന് വേണ്ടിയിട്ട് ചിലവാക്കുക തന്നെ. അന്ന് സുനിലേട്ടൻ്റെ വർക്ക്ഷോപ്പിലാണ് എല്ലാ പൈസയും കൊണ്ട് കൊടുക്കുക. അങ്ങനെ സുനിലേട്ടനൊക്കെ നന്നായി മെച്ചപ്പെട്ടു. സുനിലേട്ടൻ വീടൊക്കെ വെച്ചു. സുനിലേട്ടൻ വെറുതെ പറഞ്ഞേട്ടാ. ഇവിടെ വന്നിട്ട് ഞാൻ വേറൊരു പ്രൊഫഷണൽ ഒരു കാര്യം പഠിച്ചത്, അതായത് ഈ നമ്മളെ ഇവിടെയുള്ള ഇംഗ്ലീഷുകാരൊക്കെ വണ്ടീനെ പൊന്നു പോലെ നോക്കും. അതായത് വണ്ടി റേസൊക്കെ പൊളിച്ചോടിച്ച് ചെളി എല്ലാം കഴിഞ്ഞ് വണ്ടി കഴുകി ബ്രാൻഡ് ന്യൂ വണ്ടിമാതിരി ആക്കി വരിട്ട് WD ചെയിൻ ലൂബ് ഇതൊക്കെ അടിച്ച് ഫ്രഷ് ആക്കിയിട്ട് അവർ വയ്ക്കും. അപ്പോൾ അതാണ് നമ്മളെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വന്തം പിള്ളേരെ മാതിരിയാണ് അവർ നോക്കുന്നത്. അപ്പോൾ അതൊരു സുഖം തന്നെയാണ്. നമ്മൾ വണ്ടി പഠിക്കാൻ വന്നിരിക്കുമ്പോൾ വണ്ടി ഫ്രഷ് വണ്ടി, അതൊരു വേറൊരു ഫീൽ തന്നെയാട്ടോ. ആറ് ചാമ്പ്യൻഷിപ്പ് അടിച്ചു ഇന്ത്യയിൽ. 25-ലും മേലെ റേസുകൾ വിൻ ചെയ്തു ഓൾ ഓവർ UAE. പണ്ട് വാഴത്തോപ്പിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോഴും അല്ലെങ്കിൽ തെങ്ങും പറമ്പിൽ കൂടെ ഇട്ട് വണ്ടി ഓടിച്ചപ്പോഴൊന്നും ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന്. അതിന് സിമ്പിൾ എക്സാമ്പിൾ വേറെ ഒന്നുമല്ല, അത് ഹാർഡ് വർക്ക് മാത്രമാണ്. ഹാർഡ് വർക്കും അതിൻ്റെ പാഷനും അതൊന്നും കൈവിടാണ്ട് നമ്മൾ ഇപ്പോഴും കൊണ്ട് കിടക്കണം.
അപ്പോൾ അതിൻ്റെ റിസൾട്ട് വരും, ഉറപ്പാണ്. ഇതിൽ ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അത് ഞാൻ എപ്പോഴും ഈ പുതിയ പിള്ളേരുടെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്. നമ്മൾ ലേസിനെസ് ഒരിക്കലും നമുക്ക് പാടില്ല. നമ്മൾ എപ്പോഴും പറ്റും എന്നുള്ളൊരു പോസിറ്റീവ് എനർജി കൈവിടാണ്ട് കൊണ്ടുപോവുക. നിങ്ങളോ തീർച്ചയായിട്ടും ജയിച്ചിരിക്കും. ഇതിന് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഞാനൊരു വലിയൊരു എക്സാമ്പിളാണ്. അപ്പോൾ പ്രായം നമ്മുടെ ആഗ്രഹങ്ങൾക്കൊരു തടസ്സമല്ല എന്നുള്ളത് എൻ്റെ യാത്രയിലൂടെ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും നമ്മളെ യാത്ര ഇവിടെ അവസാനിക്കണില്ല, ഇനി അങ്ങോട്ട് തുടരുന്നതാണ്. ഇത്രയും നേരം ഞാൻ ടോക്സ് എന്ന പരിപാടിയിലൂടെ എന്നെ കേട്ടിരുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.